ഹിറ്റ് മേക്കർമാർക്ക് ഒരു പഞ്ഞവുമില്ലാത്ത മലയാള സിനിമയിൽ താരതമ്യേന വളരെ ചെറിയൊരു ഫിലിമോഗ്രഫി സ്വന്തമായുള്ള ഒരു സംവിധായകൻ. അയാൾ സിനിമയെ തന്നെ വഴിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നതിനേക്കാൾ സിനിമയ്ക്ക് അയാളുടെ ക്രാഫ്റ്റ്സ്മാനെ വേണമായിരുന്നു എന്ന് പറയുന്നതാകും ശരി. പോസ്റ്ററിൽ ഏതെങ്കിലും ഒരു റോളിൽ ഈ മനുഷ്യന്റെ പേര് കാണുമ്പോൾ ഒരു ശരാശരി സിനിമ ആസ്വാദകന് ലഭിക്കുന്ന കോൺഫിഡൻസിന്റെ പേരാണ് അൻവർ റഷീദ്. വെൽക്കം ടു ഫാൻ ഷോ. മലയാളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകർക്കൊപ്പം സിനിമയുടെ ബാലപാഠങ്ങൾ പഠിച്ച് സംവിധാന സഹായിയായും സഹസംവിധായകനുമായൊക്കെ കരിയർ തുടങ്ങിയ അൻവർ റഷീദ് അക്ഷരാർത്ഥത്തിൽ ഇന്നൊരു ബ്രാൻഡാണ്. സംവിധായക കുപ്പായത്തിൽ ഇതുവരെ 7 സിനിമകൾ മാത്രം. ആദ്യ സിനിമകൾ മലയാളത്തിന്റെ ബിഗ് എംസിനൊപ്പം. അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു മമ്മൂട്ടിയുമായാണ് രാജമാണിക്യത്തിലൂടെ അൻവറിന്റെ വരവ്. ഒന്ന് പാളിപ്പോയാൽ മൊത്തം സിനിമയും താഴെ പോകുമായിരുന്നു. എന്നാൽ മമ്മൂട്ടിയുടെ ട്രിവാൻഡ്രം സ്ലാങ് കൈയടക്കത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ അൻവർ വിജയിച്ചപ്പോൾ ആദ്യ സിനിമ തന്നെ ഇൻഡസ്ട്രി ഹിറ്റാക്കിയ സംവിധായകൻ എന്ന പേരും അൻവറിനൊപ്പം ചേർന്നു. അവിടെ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. കൊച്ചിക്കാരൻ വാസ്കോഡഗാമ എന്ന തലയായി മോഹൻലാലിനെ അൻവർ റഷീദ് അഴിഞ്ഞാടാൻ വിട്ട ചോട്ടാ മുംബൈയിലൂടെ ആ വർഷത്തെ ഹിറ്റ് സിനിമയും അൻവർ സ്വന്തം പേരിലാക്കി. മോഹൻലാൽ ഫാൻസ് ഇന്നും സെലിബ്രേറ്റ് ചെയ്യുന്ന ക്യാരക്ടറായി തല മാറിയതിന് പിന്നിലും അൻവർ റഷീദ് എന്ന സംവിധായകന്റെ ടച്ച് കാണാം. മലയാളത്തിലെ ഹിറ്റ് എന്റർടൈനർ സിനിമകളുടെ കൂട്ടത്തിലേക്കുള്ള അടുത്ത എൻട്രിയായി അണ്ണൻ തമ്പിയും തൊട്ടടുത്ത വർഷം എത്തി. അൻവർ അയാളെ തന്നെ റീഇൻവെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നയാളാണ്. അൻവർ റഷീദിലെ ഫിലിം മേക്കറിനെ കുറിച്ച് ഫഹദ് ഫാസിൽ പറഞ്ഞ ഈ വാചകം പോലെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അയാളുടെ കരിയർ. തുടർച്ചയായ 3 ഹിറ്റുകൾക്ക് ശേഷം കേരള കഫേയിലെ ബ്രിഡ്ജ് എന്ന സിനിമ. നായകന്റെ സ്ക്രീൻ പ്രസൻസും സ്വാഗും ഒന്നുമില്ലാതെ പച്ചയായ മനുഷ്യന്റെ നിസ്സഹായതയും ദൈന്യതയും ഒക്കെ കാട്ടിത്തന്ന സിനിമ. കാഴ്ചയില്ലാത്ത അമ്മയെ സിനിമാ തിയേറ്ററിൽ എത്തിയ ശേഷം ബസ്സിൽ കയറി മറയുന്ന മകൻ, ഒടുവിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പൂച്ചക്കുട്ടിക്കൊപ്പം ഇരിക്കുന്ന അമ്മയെ കാണിച്ചുകൊണ്ട് അവസാനിക്കുന്ന അൻവറിന്റെ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് പ്രേക്ഷകന്റെ ഉള്ളിളിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഹിറ്റ് മേക്കറായ ഒരു സംവിധായകനെ തേടി എത്താവുന്ന വമ്പൻ ഓഫറുകളൊക്കെ ലഭിച്ചിട്ടും തന്നെ എക്സൈറ്റ് ചെയ്യുന്ന കഥയ്ക്കായി 3 വർഷത്തോളം ക്ഷമയോടെ അൻവർ കാത്തിരുന്നു. സ്വയം ഒരു പരീക്ഷണശാലയായി മാറുന്ന അൻവറിലെ സംവിധായകൻ പ്രേക്ഷകന്റെ മനസ്സ് നിറച്ച ഒരു കോഴിക്കോടൻ ബിരിയാണിയുമായി ഉസ്താദ് ഹോട്ടലിലൂടെ വീണ്ടും എത്തി. ഓരോ കഥാപാത്രവും അത്രത്തോളം ഡെപ്തുള്ളതാക്കിയ അഞ്ജലി മേനോന്റെ തിരക്കഥയോട് 100% നീതി പുലർത്തിയ മേക്കിംഗ്. ഫൈസിയും അവൻ്റെ ഉപ്പുപ്പയും ഉസ്താദ് ഹോട്ടലും അവിടുത്തെ മനുഷ്യരും പ്രേക്ഷകർക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാക്കി. മ്യൂസിക്കിന് വലിയ പ്രാധാന്യമുള്ള ഒരു വിഷ്വൽ ലാംഗ്വേജിലൂടെയാണ് അൻവർ ഉസ്താദ് ഹോട്ടലിന്റെ കഥ പറഞ്ഞത്. ഗോപി സുന്ദറിന്റെ ബീജിയം സിനിമയിലെ ഓരോ സീനിന്റെയും ഭംഗിയെ എൻഹാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വിജയിച്ചത് അൻവറിലെ ക്രിയേറ്റർ കൂടിയാണ്. ഒരു വർഷത്തെ ഇടവേളയിൽ വീണ്ടും അൻവർ ട്രാക്ക് മാറ്റി. 5 സുന്ദരികൾ എന്ന ആന്തോളജിയിൽ ആമി എന്ന സെഗ്മെന്റും കയ്യടി നേടി. പിന്നീടുള്ള കാലം അൻവർ റഷീദ് എന്ന സംവിധായകൻ ഇടവേളയിലായിരുന്നു. ടെക്നിക്കലി മാത്രമാണ് ഈ ബ്രേക്കെങ്കിലും അൻവറിലെ ക്രിയേറ്റർ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രൊഡ്യൂസറായി പരിണമിക്കുകയായിരുന്നു ഈ സമയം. 2014 ബാംഗ്ലൂർ ഡേയ്സ്, 2015 പ്രേമം, 2017 പറവ, ഇങ്ങനെ മലയാള സിനിമയുടെ ട്രാക്ക് റെക്കോർഡ് മാറ്റി എഴുതുന്ന തിരക്കിലായിരുന്നു അൻവർ. യൂത്തിനെ ആഘോഷിക്കുന്ന സിനിമകളായിരിക്കുമ്പോഴും കണ്ടന്റിലും എക്സിക്യൂഷനിലും ഡിഫറൻ്റ് ആയ ഒരു അപ്രോച്ച് ആയിരുന്നു ഈ 3 സിനിമകളും. പ്രേക്ഷകന്റെ പൾസറിയുന്ന അൻവറിലെ സംവിധായകനും പ്രൊഡ്യൂസറും കൂടി ചേർന്നപ്പോൾ ഗ്യാരണ്ടിയുള്ള ഒരു പ്രൊഡക്ഷൻ ടീമായി അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ് മാറുകയായിരുന്നു. നടനായി തിളങ്ങി താരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഫഹദ് ഫാസിലിനൊപ്പം അൻവർ 7 വർഷത്തിന് ശേഷം വീണ്ടും സംവിധായകന്റെ റോളിലെത്തി. ഇത്തവണ പ്രൊഡ്യൂസർ എന്ന അധിക ഉത്തരവാദിത്വമുണ്ട്. അനിയന്റെ ആത്മഹത്യയ്ക്ക് ശേഷം മെന്റലി ഒട്ടും സ്റ്റേബിൾ അല്ലാതാകുന്ന ബിജു പ്രസാദിൽ നിന്ന് പാസ്റ്റർ ജോഷുവ കാൾട്ടനിലേക്ക് കൂടുമാറുന്ന ഫഹദിന്റെ ട്രാൻസ്ഫർമേഷൻ തിയേറ്ററുകളിൽ കൈയടി നേടി. 15 കോടിക്ക് മുകളിൽ മുതൽ മുടക്കി ട്രാൻസ് സ്വയം നിർമ്മിക്കാനുള്ള തീരുമാനം പ്രൊഡക്ഷനിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ലെന്ന സ്റ്റേറ്റ്മെന്റ് കൂടിയായി മാറി. സിനിമ റിലീസായ ശേഷം പല അഭിപ്രായങ്ങളും വന്നെങ്കിലും അൻവറിലെ മേക്കറെ എല്ലാവരും ഒന്നടങ്കം അംഗീകരിച്ചു. ശരിയായ കഥയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകൾക്കിടയിലുള്ള സമയം അൻവറിലെ പ്രൊഡ്യൂസർ മോഡ് വീണ്ടും ഓണായി. അങ്ങനെ 2024 ഇന്ത്യ മുഴുവൻ മലയാള സിനിമയെ അസൂയയോടെ നോക്കിയ ആവേശം അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിലൂടെ പ്രേക്ഷകർക്ക് ലഭിച്ചു. മച്ചാനെ, നിങ്ങളെ ഇങ്ങനെ റോളിൽ കാണാൻ കൊതിയാകുന്നുവെന്ന അൻവർ റഷീദിന്റെ ഒറ്റ വാക്കിൽ നിന്നാണ് ഫഹദ് ഫാസിലിന്റെ എക്കാലത്തെയും ഐക്കോണിക് ആക്ടറായ രംഗണ്ണന്റെ ജനനം. ഡയറക്ഷനിൽ ഫോളോ ചെയ്തിരുന്ന ഈ ഡിഫറൻസ് പ്രൊഡക്ഷനിലും തുടരാൻ അൻവർ മറന്നിട്ടില്ല. അതിന്റെ റിസൾട്ട് ഒന്നുകൂടി ബോക്സ് ഓഫീസിനെ അറിയിക്കാൻ പ്രാവിൻകൂടി ഷാപ്പ് വരികയാണ്. സ്ക്രീനിൽ പ്രൊഡ്യൂസർ അൻവർ റഷീദ് എന്ന് കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ മൈൻഡ് വോയിസ് ഇങ്ങനെയായിരിക്കും. നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും.